ഇപ്പോൾ മണ്ണാർക്കാട് MLA ഷംസുദ്ദീൻ ഷംസുദ്ദീൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷംസുദ്ദീൻ, വലിയ അപകടമാണ്. താങ്കൾ അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുകയായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഈ മരണസംഖ്യ സംബന്ധിച്ച് ആശുപത്രിയിൽ നിന്ന് ലഭ്യമായത് 3 കുട്ടികളുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. എന്താണ് താങ്കൾക്ക് ലഭ്യമാകുന്ന വിവരം? എനിക്ക് അവിടുന്ന് സ്പോട്ടിൽ നിന്ന് പറഞ്ഞത് 4 കുട്ടികൾ മരണപ്പെട്ടു, 1 കുട്ടി അപകടം കൂടാതെ രക്ഷപ്പെട്ടു. 5 പേരാണ് ഇതിൽ പെട്ടത്. ഒരു കുട്ടിക്കാണ് പരിക്കില്ലാത്തത്. മറ്റു 4 പേരും വാഹനത്തിന് അടിയിലായിരുന്നു. അപ്പോ മരണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് നാട്ടുകാർ പറഞ്ഞത്. അവിടുന്ന് കിട്ടിയ വിവരം ചിലപ്പോ ഈ മെഡിക്കലി അതിന്റെ പരിശോധനകൾ പൂർത്തിയായിട്ടായിരിക്കും അവർ ഡിക്ലെയർ ചെയ്യാം. ശരി, ഈ മരിച്ചത് ഏത് ആശുപത്രിയിലുള്ള കുട്ടികളാണ്? അത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ താങ്കൾക്ക് ലഭ്യമാകുന്നുണ്ടോ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. 4 പേരും പെൺകുട്ടികളാണ്. ഈ ഏത് ആശുപത്രിയിലുള്ള കുട്ടികളാണ് മരിച്ചത്, ഏത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ കുട്ടികളാണ് മരിച്ചതെന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരുന്നുണ്ടോ? ആ വിവരങ്ങൾ താങ്കൾക്ക് ലഭ്യമാകുന്നുണ്ടോ? ശ്രീ ഷംസുദ്ദീൻ, കേൾക്കാമോ? ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഷംസുദ്ദീൻ, മണ്ണാർക്കാട് MLA നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയായിരുന്നു. അദ്ദേഹവും ഈ അപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയാണ്. അദ്ദേഹത്തിന് ലഭ്യമായിരിക്കുന്ന വിവരവും 3 മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. ആശുപത്രിയിൽ നിന്നും ആ തരത്തിൽ തന്നെയാണ് വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിഖിൽ, ഈ സ്പോട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, പ്രതികരണങ്ങളൊക്കെ നമുക്ക് കാണാം. എന്താണ് പുതുതായി പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ഈ മരണസംഖ്യ സംബന്ധിച്ചുള്ളൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഷംസുദ്ദീനോട് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിനും 3 മരണം എന്നുള്ള വിവരമാണ് ലഭ്യമായിരിക്കുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പ്രദേശത്തുള്ള ആളുകൾ, ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായവരൊക്കെ 4 മരണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ വിവരം അദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ട്. എന്താണ് സ്പോട്ടിൽ നിന്ന് ലഭ്യമാക്കാൻ കഴിയുന്ന വിവരങ്ങൾ നിഖിൽ? അതിലിപ്പോൾ 4 കുട്ടികളാണ് ഇപ്പോൾ മരണം സംഭവിച്ചതെന്നാണ് അറിയുന്നത്. ഒരു കുട്ടിയെ മദർ കെയറിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി കുട്ടികളിപ്പം ഇസാഫിൽ, നമ്മുടെ തച്ചമ്പാറ ഹോസ്പിറ്റലാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് അവിടെ പോയി നോക്കിയ ശേഷം 4 എന്നുള്ളത് സ്ഥിരീകരിച്ചു. 4 എന്നാണ് ഇപ്പം പറഞ്ഞ വിവരം. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ വിവരം അതാണ്. ഞങ്ങൾ നേരിട്ട് പോയാലേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. കാരണം ഊഹാപോഹമല്ലേ മൊത്തം വരുന്നത്, അറിയില്ല. ഇപ്പോൾ എന്തായാലും വളരെ ദയനീയമായൊരു സംഭവമാണ്. ഞങ്ങൾ എന്തായാലും അവിടെ ചെന്ന ശേഷം ബാക്കി കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാ ജില്ലാ കളക്ടർ എസ് ചിത്രയും അടക്കം തന്നെ കോങ്ങാട് MLA ശാന്തകുമാരി ഉണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ്, അവരെല്ലാവരും കൂടെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോവുകയാണ്. അവർക്കും ലഭ്യമായിട്ടുള്ള വിവരം 4 എന്നാണ് പറയുന്നത്. പക്ഷേ അക്കാര്യത്തിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്കത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായിട്ടുള്ള വിവരം നൽകാൻ കഴിയൂ. എനിക്ക് സംഭവ സ്ഥലത്ത് നിന്നും ആശുപത്രിയിൽ നിന്ന് നമ്മൾ ശേഖരിച്ച വിവരങ്ങളും പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത് 3 കുട്ടികൾ എന്നുള്ളതാണ്. അക്കാര്യത്തിൽ അല്പം കൂടി വ്യക്തത കൈവരണമെങ്കിൽ ഈ അല്പസമയത്തിനകം തന്നെ ഇവർ ആശുപത്രിയിൽ എത്തിയ ശേഷം അറിയിക്കാമെന്ന്, വിവരം നമ്മളെ അറിയിക്കാമെന്ന് ഇതിനോടൊപ്പം തന്നെ ശാന്തകുമാരി MLA അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയുണ്ട്, അദ്ദേഹത്തോടു കൂടി നമുക്ക് വിവരങ്ങൾ ചെയ്യാം. എന്താണ് അങ്ങേക്ക് ഇപ്പോൾ കിട്ടിയ വിവരം? ഇപ്പോൾ കിട്ടിയ വിവരം കുട്ടികൾ നടന്നു പോകുമ്പോൾ ലോറിക്കടിയിൽ പെട്ടതാണ്. 4 കുട്ടികൾ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 3 കുട്ടികൾ ഇസാബ് ഹോസ്പിറ്റലും 1 കുട്ടി മദർ കെയർ ഹോസ്പിറ്റലും ഉണ്ടാണെന്ന് അറിയാൻ കഴിഞ്ഞത്. മദർ കെയറിൽ ഒരു കുട്ടി, ടോട്ടൽ 4 കുട്ടികൾ. ഓക്കെ, അദ്ദേഹം ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ, അവരും ജില്ലാ കളക്ടറും ഒക്കെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോവുകയാണ്. അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ 4 കുട്ടികൾ മരിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ജില്ലാ കളക്ടറും കോങ്ങാട് MLA അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. ലോറി ഇവിടെ നിന്ന് പതിയെ നീക്കിയിട്ടുണ്ട്, ലോറി ഇവിടെ നിന്ന് നേരെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താഴെ കുട്ടികൾ ആരും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 6 പേര് ഈ അപകടത്തിൽപ്പെട്ടു, അതായത് 6 കുട്ടികളാകെ ഈ അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി പോവുകയായിരുന്നു ഈ കുട്ടികളെല്ലാവരും തന്നെ. നമുക്ക് ഈ സംഭവ സ്ഥലം, അതായത് ഈ അപകടം നടന്ന സംഭവ സ്ഥലം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും അത് എത്ര വലിയ ഒരു അപകടമാണ്, എത്ര വലിയൊരു അപകടമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. കുട്ടികൾ ഇതിലൂടെ നടന്നു പോകുന്ന ആ സമയത്താണ് ഈ വേഗതയിൽ വന്ന ലോറി, നിയന്ത്രണം വിട്ട് വേഗതയിൽ വന്ന ലോറി ഇതാ ഈ ഭാഗത്ത് നിന്ന് കുട്ടികളെ ഇടിക്കുന്നു. അതിനുശേഷം ഈ വീടിന് മുന്നിലേക്ക്, ആ വീടിൻ്റെ ഒരു മതിലിൻ്റെ ഒരു സിംഹഭാഗവും തകർത്തു കഴിഞ്ഞു. അങ്ങനെ ആ ഭാഗത്തേക്ക് ചെരിയുകയാണ്. ചെരിഞ്ഞപ്പോഴാണ് അതിൻ്റെ അടിയിൽ കുട്ടികൾ അകപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വളരെ പ്രയാസപ്പെട്ടാണ് ആ കുട്ടികളൊക്കെ രക്ഷിച്ചെടുത്തത് എന്നുള്ളതാണ് ഇവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളൊക്കെ പറയുന്നത്. ഈ സിമന്റ് ചാക്കുകൾ, ആ ലോറിയിൽ ഉണ്ടായിരുന്ന സിമന്റ് ചാക്കുകൾ ആ വീടിൻ്റെ മുന്നിലേക്ക്, കാർ പോർച്ചിലേക്ക് വീണ് കിടക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇത് എത്ര വലിയ ഒരു അപകടമാണ് എന്നുള്ളത്. എന്തായാലും അതിനിടയിൽ നിന്നാണ് ഈ കുട്ടികളെ രക്ഷിച്ചെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ആദ്യം ഈ ഫയർഫോഴ്സ് നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. അവർ കൂടി, ആ സംഘം കൂടി ഇവിടേക്ക് എത്തിച്ചേരുകയും പിന്നീട് അവർ ഒരുമിച്ച് രക്ഷാപ്രവർത്തനം
രക്ഷാപ്രവർത്തനം നടത്തി കുട്ടികൾ ആരും തന്നെ ഇതിന് അടിയിലില്ല എന്ന് ഉറപ്പിക്കുകയായിരുന്നു. അതായിരുന്നു ആദ്യത്തെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. കുട്ടികൾ ആരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്നതായിരുന്നു ഒരു ദൗത്യം. ഇപ്പോൾ ഈ റോഡ് ക്ലീൻ ചെയ്യുന്ന നടപടി, ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ റോഡ് ക്ലീൻ ചെയ്യുന്ന നടപടിയാണ് പുരോഗമിക്കുന്നത്. അത് നമുക്ക് കാണാൻ കഴിയും. മറ്റ് വാഹനങ്ങളൊന്നും തന്നെ ഇനി തെന്നി വീണ് അപകടത്തിൽപ്പെടാതിരിക്കാൻ വേണ്ടി റോഡ് ക്ലീൻ ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. എന്താണ് ഈ ലോറിക്ക് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയൊരു വ്യക്തത കൈവരേണ്ടതുണ്ട്. മണിക്കൂറുകളായി ഇപ്പോൾ ഇതിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിശ്ചലമാക്കപ്പെട്ടിരിക്കുകയാണ്. വാഹനങ്ങളൊന്നും തന്നെ ഇതിലൂടെ കടന്നു പോകുന്നില്ല, കടത്തിവിടുന്നില്ല. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ രൂപപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ആശുപത്രിയിലേക്ക് കോങ്ങാട് MLA യും ജില്ലാ കളക്ടറും തിരിച്ചിട്ടുണ്ട്. നമ്മൾ അവരെ ഫോണിൽ ലഭ്യമാക്കുന്നത് അനിവാര്യമായിരിക്കുമെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകാൻ സഹായിക്കുമെന്നാണ് ശാന്തകുമാരി MLA അറിയിക്കുന്നത്. അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇസാഫ് ആശുപത്രിയിൽ ഇസാഫ് ആശുപത്രിയിലുള്ള 3 കുട്ടികൾ മരിച്ചു എന്നാണ് അവർ പറയുന്നത്. ഞാൻ ആശുപത്രിയിൽ ബന്ധപ്പെട്ടപ്പോൾ 2 പേർ എന്നാണ് നമുക്ക് ഇങ്ങോട്ടുള്ള യാത്രാമധ്യേ ലഭ്യമായിട്ടുള്ള വിവരം. ഇനി 3ാമത്തെ കുട്ടിയുടെയും ആരോഗ്യനില അവിടെ എത്തിയ ശേഷം മോശമായോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയില്ല. ഇപ്പോൾ ജില്ലാ കളക്ടറും ശാന്തകുമാരി MLA യും പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 3 കുട്ടികൾ ഇസാഫ് ആശുപത്രിയിലും 1 കുട്ടി മദർ ആശുപത്രിയിലുള്ള 1 കുട്ടിയും മരിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അക്കാര്യത്തിലൊരു വ്യക്തത ഈ സംഘം, അതായത് MLA അടങ്ങുന്ന സംഘം അവിടേക്ക് എത്തിയ ശേഷം നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളൊക്കെ ഇപ്പോൾ വലിയ തിരക്കിലാണ്. അവർ ഇവിടുത്തെ ഒരു ഫീൽഡ് ഒന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. അതുകൊണ്ടാണ് നമുക്ക് അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തത്. എങ്ങനെയെങ്കിലും പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു പ്രഥമ ദൗത്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ റോഡ് ക്ലിയർ ചെയ്യുക എന്നുള്ളതിനാണ്. റോഡ് ക്ലിയർ ചെയ്താൽ മാത്രമേ ഇതിലൂടെ മറ്റു വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയൂ. നിലവിലത്തെ സാഹചര്യത്തിലൂടെ വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. മണിക്കൂറുകളായി റോഡിന്റെ ഇരുവശവും ഈ ആളുകൾ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതാണ് നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ കാണാൻ കഴിയുന്നത്. റീജിത്ത്.